എല്ലാവർക്കും നമസ്കാരം. സാധാരണയായി വെള്ളി ശനി ദിവസങ്ങളിൽ വീഡിയോ എടുക്കുന്ന ഒരു പതിവാണ് എനിക്കുള്ളത്. പക്ഷെങ്കിൽ ഈ 2 ദിവസങ്ങളായിട്ട് ഞാൻ ചിന്തിക്കുമായിരുന്നു, നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഞാൻ വന്നു നിന്ന് എന്തിനെക്കുറിച്ച് പ്രസംഗിക്കാനാണ് എന്ന്. എന്നിരുന്നാൽ കൂടിയും എൻ്റെ മനസ്സിൽ തോന്നിയ ചില കാര്യങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ. ഈ 2020 എന്ന് പറയുന്നത് ശരിക്കും ഒരു 2020 മാച്ച് തന്നെയാണ്. മനുഷ്യരും അതികഠിനമായ പ്രതികൂല സാഹചര്യങ്ങളും തമ്മിലുള്ള ഒരു മത്സരം. കൊറോണയിൽ തുടങ്ങി പ്രളയത്തിലൂടെ വിമാന ദുരന്തം വരെ എത്തി നിൽക്കുന്നു. കൊറോണ സ്റ്റാർട്ട് ചെയ്ത ആ സമയത്ത് ഞാനും എഴുതി ഒരു കവിത. ഈ കൊറോണയൊക്കെ ഞങ്ങൾ തുരത്തിയെറിയും എന്നുള്ള രീതിയിൽ ഒരു കവിതയൊക്കെ എഴുതി. പക്ഷെങ്കിൽ ഇപ്പൊ മുന്നോട്ട് നോക്കുമ്പോൾ ഒരു ആശങ്കയാണ്, എങ്ങോട്ടാണ് ഈ പോക്ക് എന്നുള്ളത്. സാമൂഹ്യ രാഷ്ട്രീയ ആരോഗ്യ പ്രവർത്തകര് നമ്മളുടെ മുന്നിൽ വന്ന് നിന്ന് തൊഴുതുകൊണ്ട് പറയാറുണ്ട്, നമ്മൾ സഹകരിച്ചാൽ മാത്രമേ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മളുടെ പൂർണ്ണമായ സഹകരണം അവർക്ക് കൊടുക്കണം. കാരണം ഈ ആരോഗ്യ പ്രവർത്തകരുടെ ഒക്കെ വീട്ടിലും നിറയെ അവരുടെ മാതാപിതാക്കളും കുഞ്ഞുങ്ങളും ഒക്കെയാണ്. അവർ നമ്മൾക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രവർത്തിക്കുന്നത് എന്നുള്ള ബോധ്യം നമ്മൾക്ക് ഉണ്ടാകണം. നമ്മൾ ആവശ്യമില്ലാതെ പുറത്തിറങ്ങരുത് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഉപജീവന മാർഗത്തിന് വേണ്ടി പുറത്തിറങ്ങുന്നത് വേറെ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പുറത്തിറങ്ങുന്ന പലരുമുണ്ട്. കാണുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കേണ്ടി വരുന്നത്. അത് ഒഴിവാക്കുക. മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ കുറച്ചെങ്കിലും ചിന്തിക്കുക. ഈ ഒരു സമയത്ത് ആരോഗ്യ പ്രവർത്തകർക്കും അവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും നന്ദി പറയാൻ ബാധ്യസ്ഥരാണ് നമ്മൾ ഓരോരുത്തരും. എൻ്റെ നന്ദി ഞാനിവിടെ അറിയിക്കുന്നു. അതേപോലെ തന്നെ പ്രളയം, ഉരുൾപൊട്ടൽ, മഴ എന്ന് കേൾക്കുന്നത് തന്നെ എൻ്റെ ഉള്ളിൽ ഒരു പെടപ്പാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, എൻ്റെയൊക്കെ കുഞ്ഞിലെ 1992 നമ്മളുടെ റാന്നി, കോന്നി, പത്തനംതിട്ട ഏരിയയിൽ ഉരുൾപൊട്ടി പ്രളയമുണ്ടായി. ആ സമയത്ത് ഞങ്ങളുടെ വീട്ടിലൊക്കെ വെള്ളം കയറി. എൻ്റെ പപ്പയുടെ സഹോദരനാണ് ഞങ്ങളെ രക്ഷിക്കുന്നത്. അന്ന് കൊമ്പനോലി മല ഒലിച്ച് ഇറങ്ങി താഴെ വന്നു. അന്ന് അവിടെ കുറേ പേര് മരിച്ചു. കുറേ പേരുടെ സ്വപ്നങ്ങളും ചേർന്ന് ഒലിച്ചിറങ്ങി വന്നു അന്ന് അവിടെ നിന്ന്. ആ ദുരന്തം നമ്മൾ കണ്ടതും അനുഭവിച്ചതും കൊണ്ട് ഈ ഒരു പ്രളയം ദുരന്തം എന്നൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്ത ഭീതിയാണ്. അപ്പനെ അമ്മയെ എപ്പോഴും വിളിച്ച് ചോദിക്കും അവർ എങ്ങനെയാണ്, സേഫ് ആണോ എന്ന്. എപ്പോഴും ഉറക്കത്തിൽ പോലും അതാണ് ചിന്ത. അപ്പോൾ ഇപ്പം നടന്ന ഈ ദുരന്തത്തിൽ നിറയെ ആൾക്കാർ അവരുടെ ജീവൻ പോലും ത്യജിക്കാൻ തയ്യാറായിട്ട് രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. അവർക്ക് ഓരോരുത്തർക്കും നമ്മൾക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നന്ദി പറയുക മാത്രമേ ഉള്ളൂ. നമ്മൾക്ക് അവരുടെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, നന്ദി പറയാം. അതേപോലെ തന്നെ വിമാന അപകടം നടന്നപ്പോൾ അവിടെയുള്ള ഒരു ജനസമൂഹം മുഴുവൻ സ്വന്തം കാര്യം നോക്കാതെ ആ അപകടത്തിൽപ്പെട്ടവർക്ക് വേണ്ടി അവരാൽ കഴിയുന്ന പൂർണ്ണമായ സഹായമാണ് ചെയ്തു കൊടുത്തത്. അപ്പോൾ നമ്മൾക്ക് അവരോടും നന്ദി പറയാൻ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഇത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. മറ്റുള്ളവരുടെ ജീവന് വേണ്ടി പോരാടുന്ന ഓരോരുത്തർക്കും നന്ദി, സ്നേഹം. നമ്മളുടെ കുഞ്ഞുമക്കൾക്കും നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാം, ഒരുപാട് പ്രശ്നങ്ങളെ അതിജീവിച്ച് തരണം ചെയ്താണ് നമ്മൾ മുന്നോട്ട് വന്നത് എന്നുള്ളത്. എപ്പോഴും പറയുന്ന പോലെ മലയാളി മാസാണ്. അതെ, മാസ് തന്നെയാണ്.